ബിഗ് ടി വി ബ്രേക്കിംഗ് നൗ. ഹയർ സെക്കൻഡറിയിൽ അധിക ബാച്ചുകൾ അനുവദിച്ചതോടെ അധ്യാപകരുടെ സീറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ച എയ്ഡഡ് മാനേജ്മെന്റ്. അധിക ബാച്ചുകൾ ഭാവിയിൽ സ്ഥിരപ്പെടുത്തും എന്ന ഉറപ്പിലാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. മലപ്പുറത്ത് ഒരു സീറ്റിന് 1,03,00,000 രൂപയ്ക്കാണ് ഡീൽ ഉറപ്പിക്കുന്ന അധ്യാപകരെ സ്ഥിര നിയമനം വരെ താൽക്കാലിക അധ്യാപകരായി നിയമിക്കും. സീറ്റ് വിൽപ്പന ചൂണ്ടിക്കാട്ടി നേരത്തെ ഹൈക്കോടതി വിമർശനം ഉയർത്തിയതാണ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, സുപ്രഭാതം. നമ്മൾ ഈ സീറ്റുകൾ അനുവദിച്ചതിൽ അതിന്റെ ആനുപാതികമായിട്ടുള്ള വിതരണത്തിലെ ക്രമക്കേടാണ് ഇന്നലെ ചൂണ്ടിക്കാട്ടിയതെങ്കിൽ താൽക്കാലികമായി കിട്ടുന്ന ഈ ബാച്ചുകൾ 2 വർഷം വിദ്യാർത്ഥികൾ തുടർച്ചയായി അത്രയും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു വെച്ചിരുന്നു. അതിന്റെ മറവിൽ എത്ര അധ്യാപകരിൽ നിന്ന് എത്ര കോടിയാണ് ഓരോ മാനേജ്മെന്റും സ്വന്തമാക്കാൻ പോകുന്നത്? നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അഷ്കർ? സുപ്രഭാതം സുജിയ. താൽക്കാലിക ബാച്ചുകളൊക്കെ തന്നെ സർക്കാർ മാറും മുമ്പ് തന്നെ സ്ഥിരപ്പെടുത്തുമെന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തകൃതിയായി അധ്യാപക സീറ്റുകൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ഉറപ്പിച്ച ഒരു ഡീലിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയായിട്ടുള്ള താനൂറിന് സമീപമുള്ള ഒരു സ്കൂളിൽ, ആ സ്കൂളിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീറ്റിന് അധ്യാപകനുമായി സ്കൂൾ മാനേജ്മെന്റ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് 1,03,00,000 രൂപയ്ക്കാണ്. അഥവാ അധ്യാപക സീറ്റ് വിൽപ്പന കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കുള്ള ശമ്പളം നൽകുന്നത് സർക്കാരാണ്. മാത്രമല്ല, പലപ്പോഴും ഈ സ്കൂളുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി MLA ഫണ്ടും MP ഫണ്ടും അടക്കം വിനിയോഗിക്കാറുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനങ്ങളിലൂടെ പോകേണ്ട, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഒരു ആശ്രയമായി മാറേണ്ട എയ്ഡഡ് സീറ്റുകൾ, അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപക നിയമനത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കൊള്ള നടക്കുന്നത്, സീറ്റുകൾ വിൽപ്പന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം, ഇല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിലെ വിഷയം ഉന്നയിക്കപ്പെടുകയും ഹൈക്കോടതി തന്നെ ഇങ്ങനെ വിൽക്കുന്നതിന് സർക്കാർ തന്നെ കൂട്ടുനിൽക്കുകയാണോ എന്നുള്ള ചോദ്യമടക്കം ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ പഠന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ഖാദർ കമ്മീഷൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനങ്ങൾ PSCക്ക് വിടണമെന്നുള്ള നിർദ്ദേശം നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ വലിയ കുത്തക മുതലാളിമാർ, അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള ആളുകൾ, അതിനോടൊപ്പം തന്നെ ഓരോ വിവിധ മത സാമൂഹിക സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരൊക്കെയാണ് സംസ്ഥാനത്തുടനീളം എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന ഒരു സർക്കാരും ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനങ്ങൾ ഒന്നും തന്നെ PSCക്ക് വിടാനോ അല്ലെങ്കിൽ അത് കൃത്യമായി സർക്കാർ സംവിധാനങ്ങൾ വഴിയാക്കാൻ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല. സ്വാഭാവികമായും ലക്ഷങ്ങൾക്കും കോടികൾക്കും വിൽപ്പന നടത്തുന്ന രീതിയിലേക്ക് ഈ അധ്യാപക സീറ്റ് സംവിധാനം മാറുന്നു. ഇപ്പോൾ അധിക ബാച്ചുകൾ അനുവദിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ 60 ബാച്ച് അധികം അനുവദിച്ചപ്പോൾ അതിൽ 48 ബാച്ചുകൾ ലഭിച്ചിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകൾക്കാണ്. അത് പലതും നിലവിലുള്ള ഏറ്റവും കൂടുതൽ അധ്യാപക പോസ്റ്റുകൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം നോക്കിയാണ് പല സ്കൂളുകളും ഈ വിഷയങ്ങളടക്കം കോമ്പിനേഷൻ അടക്കം തെരഞ്ഞെടുത്തിരിക്കുന്നത്. പല സ്കൂളുകളിലും 4 ജൂനിയർ എയ്ഡഡ് അധ്യാപക പോസ്റ്റുകൾ വരെ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക്, കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ സീറ്റുകളൊക്കെ ഇപ്പോൾ വിൽക്കപ്പെടാൻ പോകുന്നത്.